ഹായ് ഫ്രണ്ട്സ്. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം എന്ന 10th സ്റ്റാൻഡേർഡിലെ 9th ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ വിവിധ ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തി ജാതി വ്യവസ്ഥയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജാതി വ്യവസ്ഥയുടെ അണ്ടറിൽ വരുന്ന പോയിന്റുകളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മപ്പ് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് കടക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ജാതി വ്യവസ്ഥ. ഇപ്പൊ ജാതി വ്യവസ്ഥയെ കുറിച്ച് കുറെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇന്ന് നമ്മൾ മതവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. പിന്നെ ഭാഷ, ഗോത്ര, ഗ്രാമ, നഗര സമൂഹങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ജാതി വ്യവസ്ഥയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ജാതി വിവേചനം എന്ന് പറയുന്നത് ഭരണഘടനയിലെ സമത്വം എന്ന മൗലികാവകാശത്തിന്റെ ലംഘനമാണ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ നമ്മൾ 1955 പൗരാവകാശ സംരക്ഷണ നിയമം, തൊട്ടുകൂടായ്മ നിരോധന നിയമം അല്ലെ, ആ ഒരു നിയമത്തെ കുറിച്ച് പഠിച്ചു. 1976 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ പൗരാവകാശ സംരക്ഷണ നിയമം പുനർനാമകരണം ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. പിന്നെ ആർട്ടിക്കിൾ 15 പ്രകാരം എന്താണ്? 5 കാര്യങ്ങളിൽ യാതൊരുവിധ വിവേചനവും പാടില്ല. ഏതൊക്കെയായിരുന്നു? മതം, ജാതി, ലിംഗം, ജന്മസ്ഥലം, പിന്നെന്തായിരുന്നു? മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം. ഓക്കെ. അപ്പൊ ഇന്ന് അതിന്റെ സെക്കൻഡ് പോയിന്റ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആ സെക്കൻഡ് പോയിന്റ് എന്തുമായി റിലേറ്റഡ് ആയിട്ടാണ്? മതവുമായി റിലേറ്റഡ് ആയിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് പാർട്ട് കാണാത്തവര് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാമെന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വരിക. അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പൊ പാർട്ട് 2ലേക്ക് നടക്കാം. അപ്പൊ മതവുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എന്ത് പറയുന്നുണ്ട്? ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭരണകൂടം ഒരു മതത്തിനും പ്രത്യേക പരിഗണന നൽകുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. ഇത് മതേതരത്വത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഭരണകൂടം ഒരു മതത്തിനും പ്രത്യേക പരിഗണന നൽകുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രത്യേകത. സെക്കുലർ ആണ് അല്ലെ. സെക്കുലർ ആണ് നമ്മുടെ രാജ്യം. അതായത് ഒരു മതത്തിനും പ്രത്യേകമായിട്ട് ഒരു പരിഗണനയും നൽകുന്നില്ല. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 പ്രകാരം മതം, വർഗം, ജാതി, ലിംഗം, ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള ഏതൊരു വിവേചനവും നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ സെക്കുലർ ആണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഉത്ഭവിച്ചിട്ടുള്ള മതങ്ങളും ഇന്ത്യക്ക് പുറത്ത് ഉത്ഭവിച്ചിട്ടുള്ള മതങ്ങളും തമ്മിൽ ഒരു സൗഹാർദ്ദത്തോടു കൂടിയാണ് ഇവിടെ നിലനിന്ന് പോകുന്നത്. അത് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ ഒരു സവിശേഷതകളിൽ ഒന്നായിട്ട് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. അപ്പൊ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ മതങ്ങളുടെ പങ്കാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യ എന്നത് ഒരു മതേതര രാജ്യമാണ്. ആർട്ടിക്കിൾ 15 പ്രകാരം മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ എല്ലാം നിരോധിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണ്. ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള മതങ്ങൾ എന്താണ്? ഒരുപോലെ സൗഹൃദത്തോടു കൂടി നിലനിന്ന് പോരുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേത്. ഇന്ത്യ ഒരു മതത്തെയും ഔദ്യോഗിക മതമായിട്ട് പറഞ്ഞിട്ടില്ല. ഒരു മതത്തിനും പ്രത്യേക പരിഗണന കൊടുത്തിട്ടുമില്ല. എങ്കിലും ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ മതങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പൊ ആ ഒരു പങ്ക് നമുക്ക് 3 പോയിന്റിന്റെ അണ്ടറിലായിട്ട് പഠിക്കാം. ആദ്യം സാമൂഹിക നിയന്ത്രണത്തിന്റെ ഉപാധിയായിട്ട് മതം വർത്തിക്കുന്നു. ഫസ്റ്റ് പോയിന്റ് സാമൂഹിക നിയന്ത്രണത്തിന്റെ ഉപാധി. അപ്പൊ നോക്കിയേ, ഇവിടെ നമുക്ക് കുറെ മുഹമ്മദ് നബിയുടെ വചനങ്ങളുണ്ട്, ധർമ്മപദത്തിലെ വചനങ്ങളുണ്ട്, തത്വാർത്ഥ സൂത്രത്തിലെ വചനങ്ങളുണ്ട്. അതായത് ഇന്ത്യയിലെ വിവിധ മതങ്ങള് സമൂഹത്തിന് നൽകുന്ന മൂല്യങ്ങളെ കുറിച്ചുള്ള സൂചനയാണ് ഇവിടെ കുറെ സന്ദേശങ്ങളിൽ തന്നിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ് ഓരോ മതവും മാനവിക മൂല്യങ്ങളായിട്ടുള്ള സത്യസന്ധത, അനുതാപം, പരസ്പര ബഹുമാനം, പരസ്പര സ്നേഹം, കരുതൽ, സാമൂഹിക ഉത്തരവാദിത്വം, നീതിബോധം, ധാർമ്മികത എന്നിവയെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതുവഴി സാമൂഹികരണ പ്രക്രിയയെ സമ്പുഷ്ടമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുപാട് മോറൽ വാല്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പോ സമൂഹത്തിൽ സഹവർത്തിത്വവും ക്രമവും ഉറപ്പാക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. അങ്ങനെ മതമൂല്യങ്ങൾ വ്യക്തികളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. അതുവഴി സാമൂഹിക നിയന്ത്രണത്തിന്റെ ഒരു ഉപാധിയായി വർത്തിക്കുന്നു. അപ്പൊ മതം എങ്ങനെയാണ് സാമൂഹിക പുരോഗതി അല്ലെ സാമൂഹിക നിയന്ത്രണത്തിന്റെ ഒരു ഉപാധിയായിട്ട് വർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? ഓരോ വ്യക്തിയും അദ്ദേഹത്തിന്റെ മതമൂല്യങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതികളെ നിയന്ത്രിക്കുകയും സ്വാധീനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കുറെ മോറൽ വാല്യൂസ് കൊണ്ടുവരുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഓരോ വ്യക്തികളിലും മതം കുറെ മോറൽ വാല്യൂസ് സൃഷ്ടിക്കുന്നുണ്ട്. അതുവഴി സാമൂഹിക നിയന്ത്രണത്തിന്റെ ഉപാധിയായി മതം വർത്തിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് സാംസ്കാരിക വൈവിധ്യത്തെ സമ്പുഷ്ടമാക്കുന്നു. എങ്ങനെയാണ് മതം സാംസ്കാരിക വൈവിധ്യത്തെ സമ്പുഷ്ടമാക്കുന്നത്? ഇപ്പൊ മുകളിൽ നമുക്ക് തന്നിട്ടുണ്ട് ഇന്ത്യയിലെ കുറെ പ്രധാനപ്പെട്ട മതകേന്ദ്രങ്ങളിലെ ചിത്രകലകളും കൊത്തുപണികളും ഒക്കെയാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെ സമ്പുഷ്ടമാക്കാൻ വിശ്വാസങ്ങളിലൂടെയും കലകളിലൂടെയും സാഹിത്യത്തിലൂടെയും മതങ്ങൾക്ക് സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെ സമ്പുഷ്ടമാക്കുവാൻ വിശ്വാസങ്ങളിലൂടെയും കലകളിലൂടെയും സാഹിത്യങ്ങളിലൂടെയും മതങ്ങൾക്ക് സ്വാധീനിക്കുന്നു.
ക്ഷേത്രങ്ങൾ, ചർച്ചുകൾ, മോസ്കുകൾ, വിഹാരങ്ങൾ, ഗുരുദ്വാരകൾ തുടങ്ങിയ മതസ്ഥാപനങ്ങളിലെ ചിത്രകലകളും കൊത്തുപണികളും ഒക്കെയാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിലെ സാംസ്കാരിക വൈവിധ്യത്തെ സമ്പുഷ്ടമാക്കാനായിട്ട് ഈ പറഞ്ഞിട്ടുള്ള മതസ്ഥാപനങ്ങളിലെ ചിത്രകലകളും കൊത്തുപണികളും എല്ലാം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് കബീർദാസ്. അതുപോലെ സ്ത്രീകളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ് മീരാഭായ്. ജാതി വിവേചനത്തെയും സാമ്പത്തിക അസമത്വത്തെയും എതിർത്ത ഗുരുനാനാക്ക് മറ്റൊരു വ്യക്തിത്വമാണ്. അപ്പോൾ ഇങ്ങനെ അനേകം വ്യക്തികളുടെ ആദർശപരമായ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയിലെ സാംസ്കാരിക വൈവിധ്യത്തെ സമ്പുഷ്ടമാക്കുന്ന നിരവധി ഘടകങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? മതം എന്ന് പറയുന്നത് എങ്ങനെയാണ് സാംസ്കാരിക വൈവിധ്യത്തെ സമ്പുഷ്ടമാക്കുന്നു എന്നാണ് പറഞ്ഞത്. സാംസ്കാരിക വൈവിധ്യത്തെ സമ്പുഷ്ടമാക്കുന്നതിൽ മതത്തിന് വലിയൊരു പങ്കുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, സാമൂഹിക മാറ്റത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. സാമൂഹിക മാറ്റത്തിന് ആക്കം കൂട്ടുന്നു. ചില മതപ്രസ്ഥാനങ്ങൾ സാമൂഹിക പ്രസ്ഥാനങ്ങളായി പരിണമിച്ച് അവ സാമൂഹിക മാറ്റത്തിന് വഴിതെളിക്കുന്നു. അത്തരത്തിൽ ഒരു ഉദാഹരണം നമുക്ക് പറയാവുന്നത് രാജാറാം മോഹൻ റോയ് നേതൃത്വം കൊടുത്ത ബ്രഹ്മസമാജമാണ്. ചില മതപ്രസ്ഥാനങ്ങള് സാമൂഹിക പ്രസ്ഥാനങ്ങളായി പരിണമിച്ചുകൊണ്ട് സാമൂഹിക മാറ്റത്തിലേക്ക് വഴിതെളിക്കുകയാണ്. അവ ജാതി വിവേചനങ്ങളെ വെല്ലുവിളിക്കുകയും അതുപോലെ സമത്വം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മതങ്ങൾ സമൂഹത്തിന്റെ നവീകരണവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയുകയാണ്, മതത്തിന്റെ പേരിലുള്ള വിഭാഗീയതയും സംഘർഷങ്ങളും ഇന്ത്യയുടെ സാമൂഹിക വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ചിലപ്പോഴെങ്കിലും വെല്ലുവിളി ആകാറുണ്ട് എന്നൊരു പോയിന്റ് കൂടി പറയുന്നുണ്ട്. അതൊരു ഡീമെറിറ്റ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ 3 പോയിന്റുകളാണ് പഠിച്ചത്. എന്താണ് പഠിച്ചത്? ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ എങ്ങനെയാണ് മതങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന 3 പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. മതം സാമൂഹിക നിയന്ത്രണത്തിന്റെ ഉപാധിയായി വർത്തിക്കുന്നു. 2, സാംസ്കാരിക വൈവിധ്യത്തെ സമ്പുഷ്ടമാക്കുന്നു. 3, സാമൂഹിക മാറ്റത്തിന് ആക്കം കൂട്ടുന്നു. അടുത്തത് ഭാഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നോക്കാം. ലോകത്ത് ഏറ്റവും അധികം ഭാഷാ വൈവിധ്യമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. 22 ഔദ്യോഗിക ഭാഷകൾ നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഇന്ത്യക്ക് 22 ഔദ്യോഗിക ഭാഷകളുണ്ട്. കൂടാതെ ഒട്ടനേകം ഭാഷാഭേദങ്ങളും ഇന്ത്യയിലുണ്ട്. കേവലം ആശയവിനിമയത്തിന് മാത്രമല്ല, ആശയവിനിമയത്തിനുള്ള ഒരു മാധ്യമം മാത്രമല്ല ഭാഷ. അത് സംസ്കാരത്തിന്റെയും സ്വത്വത്തിന്റെയും അടയാളം കൂടിയാണ്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. അറിയാലോ, ഫസൽ അലി കമ്മീഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയില് സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങൾ തമ്മിൽ സാമൂഹിക വ്യവസ്ഥയിലും സംസ്കാരത്തിലും ധാരാളം വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിലെ പ്രശസ്ത സമൂഹശാസ്ത്രജ്ഞയും ആദ്യത്തെ നരവംശ ശാസ്ത്രജ്ഞയുമായിരുന്ന പ്രൊഫസർ ഇരാവതി കാർവെയുടെ പഠനങ്ങൾ ഇന്ത്യയുടെ ഭാഷാഭേദങ്ങളെ ചുവടെ നൽകിയിരിക്കുന്ന രീതിയിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. നോക്കാം, പ്രൊഫസർ ഇരാവതി കാർവെയുടെ പഠനങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഭാഷാ കുടുംബം, പ്രധാന ഭാഷകൾ, നിലനിന്നിരുന്ന ഭാഷാ ഭൂപ്രദേശങ്ങൾ നോക്കാട്ടോ. ഇൻഡോ യൂറോപ്യൻ ഏരിയയിൽ നിലനിന്നിരുന്ന പ്രധാന ഭാഷകളാണ് പഞ്ചാബി, സിന്ധി, ഹിന്ദി, ബീഹാറി, ബംഗാളി, അസാമീസ്, രാജസ്ഥാനി, ഗുജറാത്തി, മറാത്തി, കൊങ്കണി, ഒഡിയ. ഇവിടെ നോക്കിയാൽ നിലനിന്നിരുന്ന ഭൂപ്രദേശങ്ങൾ നമുക്കറിയാം. പഞ്ചാബി എന്ന് നോക്കുമ്പോൾ പഞ്ചാബ്, സിന്ധ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശിലെ ചില ഭാഗങ്ങൾ, ബീഹാർ, ബംഗാൾ, അസാം, രാജസ്ഥാൻ, കത്തിയവാഡ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ദക്ഷിണ കൊങ്കൺ, ഒറീസ. ഇതൊന്നും നമുക്ക് അങ്ങനെ എല്ലായ്പ്പോഴും നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമല്ല. ജസ്റ്റ് ഒന്ന് നോക്കാം. ദ്രാവിഡ ഭാഷകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ദ്രാവിഡ ഭാഷകൾ എന്ന് പറയുമ്പോൾ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, തുളു, കൊടക്, തോട അറിയാലോ, നമ്മുടെ ഈ നീലഗിരിയിലുള്ള ഒരു തോട ഗോത്ര വിഭാഗങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ് തോട എന്ന് പറയുന്നത് കേട്ടോ. ഈ ദ്രാവിഡ ഭാഷകൾ പ്രധാനമായിട്ടും ദക്ഷിണേന്ത്യയിലാണ് സംസാരിക്കുന്നത്. അതുപോലെ തമിഴാണ് ഏറ്റവും തമിഴാണ് ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ കേട്ടോ. ഈ തമിഴിൽ നിന്നാണ് മലയാളം ഉത്ഭവിച്ചു വന്നതെന്നാണ് പറയുന്നത്. 2013 നമ്മുടെ മലയാളത്തിന് ദ്രാവിഡ ഭാഷാ പദവി ലഭിച്ചത് കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഇവിടെ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ 22 ഔദ്യോഗിക ഭാഷകളുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 22 ഔദ്യോഗിക ഭാഷകൾ. ഓക്കെ, അത് ഏതൊക്കെയാണ്? 8ാം ഷെഡ്യൂളിലാണ്. 8ാം ഷെഡ്യൂളിന് കീഴിലാണ് 22 പ്രധാനപ്പെട്ട ഭാഷകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. 8ാം ഷെഡ്യൂളിലാണ് ലാംഗ്വേജ്. നമ്മൾ പഠിക്കാറില്ലേ, നമുക്ക് അറിയായിരിക്കുമല്ലോ ആ ഒരു കോഡ്. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്നൊരു കോഡ് പഠിക്കാറുണ്ടല്ലോ അല്ലെ, അറിയാലോ. ടിയേഴ്സ് ഓഫ്, ഇതിപ്പോ എഴുതണേ കുറച്ച് ബുദ്ധിമുട്ടാണ്, അറിയാലോ നിങ്ങൾക്ക്. അത് ഞാൻ എഴുതുന്നില്ല. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്നുള്ളൊരു
കോഡ് വെച്ചിട്ട് നമ്മൾ ഷെഡ്യൂൾസ് പഠിക്കാറുണ്ട്. അതിൽ 8ാമത്തെ ഷെഡ്യൂളിലാണ് 22 ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പറയുന്നത് കേട്ടോ. അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. അപ്പൊ അതവിടെ ചേർത്ത് പഠിക്കാം. പിന്നെ ദ്രാവിഡ ഭാഷകൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ. പിന്നെ അടുത്ത ബോക്സും ഞാൻ വായിക്കുന്നില്ല. അതെല്ലാം ഇപ്പൊ നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് പറ്റില്ല. ഈ ദ്രാവിഡ ഭാഷ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അത് ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട്, കേരളം, തുളുനാട്, കൂർഗ് കുന്നുകൾ, നീലഗിരി കുന്നുകൾ. നീലഗിരി കുന്നുകളിലെ തോട ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ സംസാരിക്കുന്നതാണ് ഈ തോട എന്ന ഭാഷ കേട്ടോ. പിന്നെ എന്താണ്, ദക്ഷിണേന്ത്യയിലാണ് ദ്രാവിഡ ഭാഷ സംസാരിക്കുന്നത് എന്നുള്ള പോയിന്റ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇതൊക്കെയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വ്യാപകമായിട്ടുള്ള ദ്രാവിഡ ഭാഷകൾ എന്ന് പറയുന്നത്. ഓക്കെയാണ്. ഇനി ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിലും സംസ്കാരത്തെ പരിപോഷിപ്പിക്കുന്നതിലും ഐക്യം ഉറപ്പുവരുത്തി ഇന്ത്യയുടെ സാമൂഹിക വ്യവസ്ഥ നിലനിർത്താനുള്ള പങ്ക് എന്തെല്ലാമാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് സാമൂഹിക വ്യവസ്ഥ നിലനിർത്തുന്നതിൽ ഭാഷയുടെ പങ്ക് എന്താണ്, ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിലും സംസ്കാരത്തെ പരിപോഷിപ്പിക്കുന്നതിലും ഐക്യം നിലനിർത്തുന്നതിലും ഭാഷയുടെ പങ്ക് എന്താണ്. അപ്പൊ ഏറ്റവും ആദ്യത്തെ പോയിന്റ് ഏതാണ്, സാംസ്കാരിക പാരമ്പര്യങ്ങളെ ജൈവികമാക്കുന്നു എന്ന പോയിന്റ് നോക്കാം. നോക്കിയേ, വാമൊഴി പാട്ടുകളുണ്ട് അല്ലെ. അതായത് കേരളത്തിലെ വടക്കൻ പാട്ടുകൾ വാമൊഴി പാട്ടുകൾക്ക് ഉദാഹരണമായി പറയുന്നതാണ്. അതായത് എവിടെയും എഴുതി വെച്ചിട്ടില്ല, വാമൊഴികളായിട്ട് തലമുറകളായി പാസ് ചെയ്ത് വരുന്ന, ജനറേഷൻ പാസ് ചെയ്ത് വരുന്ന പാട്ടുകൾ, അതാണ് വാമൊഴി പാട്ടുകൾ. ഇത്തരം പാട്ടുകളിലൂടെ പരമ്പരാഗത മൂല്യങ്ങളും സാമൂഹിക വഴക്കങ്ങളും ചരിത്ര സംഭവങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പൊ വാമൊഴി പാട്ടുകൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടുപിടിക്കാനാണ് കുട്ടികളോട് പറഞ്ഞിരിക്കുന്നത്. ഭാഷകൾ കാലഘട്ടങ്ങൾക്കനുസരിച്ച് വാമൊഴിയിലൂടെയും മാറ്റങ്ങൾക്ക് വിധേയമായി വരമൊഴി, വാമൊഴി എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെയും ലിഖിതമായി എഴുതി വെച്ചിട്ടില്ല, ജസ്റ്റ് നമ്മളിങ്ങനെ പറയുന്നത് കേട്ട് പറഞ്ഞു വരുന്നത്. വരമൊഴി എന്ന് പറഞ്ഞാൽ എന്താണ്, ലിഖിതമായി എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഭാഷ എന്നത് കാലഘട്ടങ്ങൾക്കനുസരിച്ച് വാമൊഴിയിലൂടെയും മാറ്റങ്ങൾക്ക് വിധേയമായി വരമൊഴിയിലൂടെയും അതത് സമൂഹത്തിന്റെ പാരമ്പര്യത്തെ ജൈവികമാക്കുന്നു. ഓരോ സമൂഹത്തിന്റെയും പാരമ്പര്യങ്ങളും കഥകളും മൂല്യങ്ങളും അതത് സമൂഹത്തിന്റെ സംസ്കാരത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഈ വടക്കൻ പാട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് വടക്കൻ പാട്ട്? നമ്മൾ ഉദാഹരണം നമ്മൾ പറഞ്ഞു, എന്താണ്, വാമൊഴിയായിട്ട് കേരളത്തിലെ വടക്കൻ പാട്ടുകൾ വാമൊഴി പാട്ടുകൾക്ക് ഉദാഹരണമാണെന്ന്. അപ്പൊ വടക്കൻ കേരളത്തിൽ ഉടലെടുത്ത വീരാരാധനാപരമായിട്ടുള്ള നാടോടി പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. വടക്കേ മലബാറിലെ കടത്തനാട്, കോലത്തുനാട്, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ കളരി അഭ്യാസങ്ങൾക്ക് പേരുകേട്ട പുത്തൂരം, തച്ചോളി തുടങ്ങിയ തറവാടുകളിലെ അഭ്യാസികളുടെ ജീവചരിത്രവും അവരെ പ്രകീർത്തിക്കലുമാണ് വടക്കൻ പാട്ടുകളുടെ സാരം. ഈ പാട്ടുകൾ മലയാള ഭാഷയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു പോരുന്നവയുമാണ്. അപ്പൊ വടക്കൻ പാട്ട് എന്താന്നുള്ളത് വ്യക്തമായല്ലോ. സ്വത്വബോധം നൽകുന്നത് എങ്ങനെ? ഭാഷ സ്വത്വബോധം നൽകുന്നു. മലയാളം സംസാരിക്കുന്നവർ മലയാളികൾ എന്നറിയപ്പെടുന്നു. അതുപോലെ ഭാഷ വ്യക്തികളെ അവരുടെ സ്വത്വവുമായി ബന്ധിപ്പിക്കുന്നു. തമിഴർ, ബീഹാറികൾ, പഞ്ചാബികൾ മുതലായ പ്രയോഗങ്ങൾ വ്യക്തികളുടെ ഭാഷയും സ്വത്വവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ചുരുക്കത്തിൽ ഭാഷ വ്യക്തികളുടെ സ്വത്വബോധവുമായി ഉൾച്ചേർന്നിരിക്കുന്നു. അടുത്തത്, സാംസ്കാരിക വൈവിധ്യങ്ങളോടുള്ള ബഹുമാനവും സഹവർത്തിത്വവും വളർത്തുന്നു. ഭാഷ സാംസ്കാരിക വൈവിധ്യങ്ങളോടുള്ള ബഹുമാനവും സഹവർത്തിത്വവും വളർത്തുന്നു. എങ്ങനെ? നിങ്ങൾ മാതൃഭാഷ കൂടാതെ മറ്റേതൊക്കെ ഭാഷകൾ പഠിക്കുന്നുണ്ടെന്നാണ് കുട്ടികളോട് ചോദിച്ചിരിക്കുന്നത്. മറ്റു ഭാഷകളിലെ കഥകളും കവിതകളും സാഹിത്യ സൃഷ്ടികളുമെല്ലാം ആ ഭാഷ സംസാരിക്കുന്ന ജനതയുടെ സംസ്കാരത്തെ കുറിച്ച് അറിയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ വിവിധ ഭാഷകളിലൂടെ വ്യത്യസ്ത സംസ്കാരങ്ങളെ കുറിച്ച് അറിയാനും അവയെ ബഹുമാനിക്കാനും സഹവർത്തിത്വം വളർത്തുവാനും സാധിക്കുന്നു. പ്രാദേശിക ഭാഷകൾ ഉൾപ്പെടെ ഒന്നിലധികം ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വ്യക്തികൾക്ക് വ്യത്യസ്ത ജീവിത വീക്ഷണങ്ങളും അവസരങ്ങളും നൽകുന്നു. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ സന്തുലിതമായി നിലനിർത്തുന്നതിന് ഭാഷാ വൈവിധ്യത്തെ തിരിച്ചറിയേണ്ടതും ബഹുമാനിക്കേണ്ടതും അനിവാര്യമാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഗോത്ര സമൂഹം. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചത് ജാതി വ്യവസ്ഥയാണ്, പിന്നെ മതം പഠിച്ചു. ഇനി അടുത്തത് ഗോത്ര സമൂഹവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഗോത്ര സമൂഹമാണ് നോക്കാനുള്ളത്. ആദ്യം ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു, മതം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു, ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. ഇനി ഗോത്ര സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ വിവിധ ഘടകങ്ങളിൽ ഗോത്ര സമൂഹവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കിയേ, ഇന്ത്യൻ സമൂഹത്തെ സാമൂഹികവും സാംസ്കാരികവും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾക്കനുസരിച്ച് ഗോത്ര സമൂഹം, ഗ്രാമസമൂഹം, നഗര സമൂഹം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഗോത്ര സമൂഹം
ഗ്രാമസമൂഹം, നഗര സമൂഹം എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തെ സാമൂഹികവും സാംസ്കാരികവും ഭൂമിശാസ്ത്രപരവുമായ സവിശേഷതകൾക്കനുസരിച്ച് തരംതിരിച്ചിരിക്കുന്നു. ഇന്ത്യൻ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഗോത്ര സമൂഹം. വൈവിധ്യമാർന്ന ഗോത്ര സമൂഹങ്ങൾ ഇന്ത്യയിലുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോത്ര ജനതയുള്ളത് ആഫ്രിക്കയിലാണ്. ഇന്ത്യയിൽ 2ാം സ്ഥാനം. ഓക്കെ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോത്ര ജനതയുള്ളത് ആഫ്രിക്കയിലാണ്. ഇന്ത്യക്ക് 2nd പൊസിഷൻ ആണ്. ഒന്ന് പഠിച്ചു വെച്ചേക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നോക്കിയേ, ഗോത്ര സമൂഹങ്ങൾ ഇന്ത്യയിലെ ദേശീയ ജനതയാണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ ഏകദേശം 8.6%. 2011 സെൻസസ് പ്രകാരമാണ് പറയുന്നത്. അപ്പൊ ഇനി ലേറ്റസ്റ്റ് സെൻസസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഇതൊക്കെ പഠിക്കേണ്ടി വരും. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ LPUP എക്സാം ഒക്കെ നടക്കട്ടെ അല്ലെ. ഇപ്പൊ ഗോത്ര സമൂഹങ്ങൾ ഇന്ത്യയിലെ തദ്ദേശീയ ജനതയാണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ 8.6% എന്താണ്? ഗോത്ര സമൂഹമാണ് 2011 സെൻസസ് പ്രകാരം. വടക്ക് കിഴക്കൻ സംസ്ഥാനമായിട്ടുള്ള മിസോറാം, നാഗാലാൻഡ്, മേഘാലയ, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലും ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഗോത്ര ജനതയാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇന്ത്യൻ സമൂഹത്തെ സാമൂഹികവും സാംസ്കാരികവും ഭൂമിശാസ്ത്രപരമായ സവിശേഷത അനുസരിച്ച് ഗോത്ര സമൂഹമെന്നും ഗ്രാമസമൂഹമെന്നും നഗര സമൂഹമെന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോത്ര ജനതയുള്ളത് ആഫ്രിക്കയിലാണ്. ഇന്ത്യയിൽ 2ാം സ്ഥാനത്താണ്. ഇന്ത്യ 2ാം സ്ഥാനത്ത്. ഗോത്ര ജനതയുടെ കാര്യത്തിൽ ഏറ്റവും ആദ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോത്ര ജനതയുള്ളത് ആഫ്രിക്കയിലും 2ാം സ്ഥാനം ഇന്ത്യയിലും. ഇന്ത്യയിലെ ഏകദേശം മൊത്തം ജനസംഖ്യയുടെ 8.6% ഗോത്ര സമൂഹമാണ്. ഏറ്റവും കൂടുതൽ ഗോത്ര സമൂഹങ്ങൾ ഉള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മിസോറാം, നാഗാലാൻഡ്, മേഘാലയ, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും അതുപോലെ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലക്ഷദ്വീപിലും ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഗോത്ര ജനതയാണ്. നഗര സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സവിശേഷതയുള്ളവരാണ് ഗോത്ര സമൂഹം. ഓരോ ഗോത്ര സമൂഹത്തിനും തനതായ ഭാഷ, ആചാരങ്ങൾ, ഭരണ സംവിധാനങ്ങൾ എന്നിവയുണ്ട്. ഗോത്ര ജനത പ്രകൃതിയുമായി അടുത്ത് ഇടപഴകി ജീവിക്കുന്നവരും സുസ്ഥിര കൃഷിയിലും വനപരിപാലനത്തിലും വ്യാപൃതരാവുകയും ചെയ്യുന്നവരാണ്. ഇതുവഴി പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുവാനും ഗോത്ര സമൂഹങ്ങൾക്ക് സാധിക്കും. ഇന്ത്യയിലെ ഗോത്ര സമൂഹങ്ങളുടെ വ്യത്യസ്ത ഭാഷകൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ഭക്ഷണ രീതികൾ, ജീവിത രീതി എന്നിവ നമ്മുടെ വൈവിധ്യത്തിന്റെ ഭാഗമാണ്. വനം, ജൈവ വൈവിധ്യം എന്നിവ തനതായി സംരക്ഷിക്കുന്നതിൽ ഗോത്ര സമൂഹത്തിന്റെ സംഭാവനകൾ വളരെ വലുതാണ്. പരമ്പരാഗത അറിവുകൾ, കല, സംസ്കാരം തുടങ്ങിയവ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെ ഇന്ത്യയുടെ സാംസ്കാരിക സംരക്ഷണത്തിൽ ഗോത്ര സമൂഹം പ്രധാന പങ്കുവഹിക്കുന്നു. എന്താണ്? പരമ്പരാഗതമായ അറിവുകൾ, കല, സംസ്കാരം തുടങ്ങിയവ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെ ഇന്ത്യയുടെ സാംസ്കാരിക സംരക്ഷണത്തിൽ ഗോത്ര സമൂഹം പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു. ഇനി എന്തൊക്കെ പരമ്പരാഗത അറിവുകളാണ് നോക്കാം. കൃഷി, ഔഷധങ്ങൾ, ജൈവ വൈവിധ്യ സംരക്ഷണം എന്നിവയെ കുറിച്ച് പരമ്പരാഗത ഗോത്ര സമൂഹങ്ങൾക്ക് വിലപ്പെട്ട അറിവുകളാണ് ഉള്ളത്. ഉദാഹരണത്തിന്, ചില ഗോത്രങ്ങളിലുള്ളവർ വ്യത്യസ്ത കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന വിളകൾ ഉൽപ്പാദിപ്പിക്കുകയും അവയുടെ വിത്തുകൾ തനതായ രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യ പരിപാലനത്തിനായി തനത് കൃഷിദത്ത വിഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഗോത്ര സമൂഹത്തിൽ നാട്ടുനടപ്പ് രീതികളും വാമൊഴി ചരിത്രങ്ങളും ഇന്ത്യൻ സംസ്കാരത്തിന് മികച്ച സംഭാവനകൾ നൽകുന്നു. നോക്കിയേ, ഇവിടെ 2 ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ശ്രീമതി ലക്ഷ്മിക്കുട്ടി പരമ്പരാഗത ഔഷധ ചികിത്സാ രീതിക്ക് 2018 പത്മശ്രീ അവാർഡ് ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീ രാംനാഥ് കോവിന്ദിൽ നിന്നും സ്വീകരിച്ചു. 2018 കാലയളവിൽ പത്മശ്രീ അവാർഡ് ലഭിച്ചു. അന്ന് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ രാംനാഥ് കോവിന്ദാണ്. ശ്രീമതി ലക്ഷ്മിക്കുട്ടിയമ്മ പരമ്പരാഗത ഔഷധ ചികിത്സയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ്, ശ്രീ ചെറുവയൽ രാമൻ. കേട്ട് പരിചയമുള്ളതാണല്ലോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സിലൊക്കെ പഠിച്ചതാണ്. പരമ്പരാഗത നെൽവിത്തിനങ്ങളുടെ സംരക്ഷണത്തിനും അവയുടെ പ്രചാരണത്തിനുമായി 2023 പത്മശ്രീ അവാർഡ് ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്നും സ്വീകരിച്ചു. ശ്രീ ചെറുവയൽ രാമനെ കുറിച്ച് PSC മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ലക്ഷ്മിക്കുട്ടിയുടെ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ ചെറുവയൽ രാമൻ PYQ ആണ്. ഓക്കെ, അപ്പൊ പരമ്പരാഗത നെൽവിത്തിനങ്ങളുടെ സംരക്ഷണത്തിനും അവയുടെ പ്രചരണത്തിനുമായി 2023 ആ ഒരു കാര്യം കൺസിഡർ ചെയ്തുകൊണ്ട് 2023 പത്മശ്രീ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ശ്രീ ചെറുവയൽ രാമൻ. അദ്ദേഹം ഒരു ഗോത്ര സമൂഹത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. ഓക്കെ, ഇനി അടുത്തത് കലയും സംസ്കാരവും. ഗോത്ര സമൂഹം തങ്ങളുടെ സവിശേഷമായ ഭാഷ, കലാരൂപങ്ങൾ, ആഘോഷങ്ങൾ, സംഗീതം, നൃത്തം എന്നിവയിലൂടെ ഇന്ത്യൻ സംസ്കാരത്തെ പരിപോഷിപ്പിക്കുന്നുണ്ട്.
ഗ്രാമ-നഗര സമൂഹങ്ങളെ പോലെ തന്നെ ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ ഗോത്ര സമൂഹവും ബലപ്പെടുത്തുന്നു. ഗോത്ര കലകളും, അതായത് വാർലി പെയിന്റിംഗ് പോലെയുള്ളവ ഗോത്ര കലകളിൽ വരുന്നതാണ്. സാംസ്കാരിക ഉത്സവങ്ങളും ആഗോളതലത്തിൽ ആകർഷിക്കപ്പെടുകയും വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഇവിടെ ഉണ്ട്. അതായത് കറണ്ട് അഫയേഴ്സുമായി റിലേറ്റ് ചെയ്തിട്ട് എനിക്കൊന്ന് 2024 കേട്ടോ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പുതിയതായിട്ട് 5 ഗോത്ര നൃത്ത രൂപങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ്? അപ്പൊ നോക്കിയേ, ഏതൊക്കെയാ? മംഗലം കളി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ പറഞ്ഞിട്ടുള്ള 5 നോക്കുക. മംഗലം കളി 1, മംഗലം കളി 2, പണിയ നൃത്തം, പണിയ നൃത്തം 3, മലപ്പുലയാട്ടം, മലപ്പുലയാട്ടം, ഇരുള നൃത്തം, പണിയ നൃത്തം. അപ്പൊ ഇത് ഇത്രയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് 5 ഗോത്ര നൃത്ത രൂപങ്ങൾ. ഏറ്റവും പുതിയതായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 2024 ഈ 5 ഗോത്ര നൃത്ത രൂപങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അപ്പൊ ഈ 5 കലാരൂപങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഇത് PYQ കൂടിയായിരുന്നു കേട്ടോ. മുൻപ് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ്, താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ 5 നൃത്തരൂപങ്ങളാണ് ഇതുപോലെ കലോത്സവത്തിന് ഇൻക്ലൂഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. പ്രത്യേകിച്ച് നമ്മൾ ടീച്ചേഴ്സ് ആവാൻ പോകുന്നവരല്ലേ, അപ്പൊ ഇത് നമ്മളോട് ചോദിച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇത് PYQ ആണ്. ഇരുള നൃത്തം, പണിയ നൃത്തം, മലപ്പുലയാട്ടം, പളിയ നൃത്തം, മംഗലം കളി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കേട്ടോ. ഇനി ഇവിടെ ഒരു പെയിന്റിങ്ങിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, വാളി പെയിന്റിങ്. ഇതെന്താണ്? ഗോത്ര ജനതയുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ് ഇത് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഡ്രസ്സുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ പെയിന്റിങ്ങുകളൊക്കെ. ഇതിനൊക്കെ ഒരുപാട് ഡിമാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഓക്കെ, വാർലി പെയിന്റിങ്. അപ്പൊ ഈ പെയിന്റിങ്ങിന്റെ പേര് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കൂടാതെ ഈ പറഞ്ഞ നൃത്തരൂപങ്ങൾ, ഇരുള നൃത്തം, പളിയ നൃത്തം, മലപ്പുലയാട്ടം, പണിയ നൃത്തം. അപ്പൊ നോക്കട്ടോ, ഇത് പളിയ നൃത്തം, ഇത് പണിയ നൃത്തം, മംഗലം കളി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി അടുത്തത് സുസ്ഥിര ജീവിതം. ഗോത്ര സമൂഹങ്ങൾ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുകയും വനം, വെള്ളം തുടങ്ങി ഭൂമിയിലുള്ള പ്രകൃതി വിഭവങ്ങളെ പരിസ്ഥിതി സൗഹൃദമായി ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമൂഹത്തിന്റെ സമ്പ്രദായങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിനും വിഭവ പരിപാലനത്തിനും മികച്ച മാതൃകകൾ നൽകുന്നു. വനത്തെ സംബന്ധിച്ച ഗോത്ര സമൂഹത്തിന്റെ അറിവുകൾ ഇക്കോ ടൂറിസം മേഖലയുടെ വികാസത്തിന് ആക്കം കൂട്ടുന്നു. ഇക്കോ ടൂറിസം. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ജ്ഞാന സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗോത്ര സമൂഹത്തിന്റെ അറിവുകൾ മുതൽക്കൂട്ടാക്കുന്നതിന്റെ ഉദാഹരണമാണ് ഇത്. നമ്മൾ ഈ ഗോത്ര സമൂഹം എന്ന് പറയുമ്പോൾ അവര് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എവിടെയും നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് ഒരുപാട് മരുന്നുകളും പിന്നെ എന്താണ് ഓരോ ഇലകളുടെയും കായ്കളുടെയും കനികളുടെയും ഒക്കെ യൂസുകളും ഒക്കെ അവർക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്കോ ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി അസമത്വത്തിനെതിരെയുള്ള പ്രതിരോധങ്ങൾ. ഇത് PYQ ആണ് കേട്ടോ. PYQs ആണ് ഈ ഭാഗത്ത് വരുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അതിൽ നമുക്ക് സിലബസ് ഓറിയന്റഡ് ആയി വരുന്ന കുറിച്യ കലാപവും കുറുമ്പ കലാപവും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നോക്കാം. സന്താൾ കലാപം ഗോത്ര കലാപങ്ങളാണ്. താഴെ പറയുന്നത് ഗോത്ര കലാപങ്ങൾ അല്ലാത്തത് ഏതെന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. സന്താൾ കലാപം വർഷം നോട്ട് ചെയ്യുക. 1855-56 കാലഘട്ടങ്ങളിൽ 19-ാം നൂറ്റാണ്ട്. കാരണങ്ങൾ എന്തൊക്കെയാണ്? ഭൂവുടമകളുടെയും പണമിടപാടുകാരുടെയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെയും ചൂഷണം, പൂർവിക ഭൂമിയിൽ നിന്നുള്ള നിർബന്ധിത കുടിയിറക്കം, ഇതൊക്കെയായിരുന്നു സന്താൾ കലാപത്തിന്റെ കാരണങ്ങൾ. ഇനിയിപ്പോ ഇങ്ങനെ USDRTയിൽ വന്നതുകൊണ്ട് നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാൻ എളുപ്പമാണ്. ഭൂവുടമകളുടെയും പണമിടപാടുകാരുടെയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെയും ചൂഷണം, പൂർവിക ഭൂമിയിൽ നിന്നുള്ള നിർബന്ധിത കുടിയിറക്കം, ഇതൊക്കെയാണ് സന്താൾ കലാപത്തിന് കാരണമായിട്ടുള്ളത്. അതായത് ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ബീഹാർ എന്നിവിടങ്ങളിലായിരുന്നു സന്താൾ കലാപം നടന്നത്. സിദ്ധു കൻഹു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സന്താൾ കലാപം. ഇതൊക്കെ PSCയുടെ PYQs ആണ്. അപ്പൊ സിദ്ധു മുർമു, കൻഹു മുർമു, ഈ മുർമു എന്നുള്ളത് ഇവരുടെ ഗോത്ര ഗോത്ര വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേരാണ് ഈ മുർമു. ഓക്കെ, ഇപ്പൊ സന്താൾ നമ്മൾ പഠിച്ചിട്ടില്ലേ, ദ്രൗപദി മുർമു സന്താൾ ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ ഈ മുർമു എന്നുള്ളത് ഇവരുടെ ആ ഒരു ഗോത്ര സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മളിപ്പോ നായർ, നമ്പ്യാർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ടേമാണ്. ഇപ്പൊ സന്താൾ കലാപത്തിന്റെ വർഷം നോട്ട് ചെയ്ത് വെക്കുക. 19-ാം നൂറ്റാണ്ട് 1855-56 കാലഘട്ടങ്ങളിൽ സിദ്ധുവിന്റെയും കൻഹുവിന്റെയും നേതൃത്വത്തിൽ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ബീഹാർ എന്നിവിടങ്ങളിൽ നടന്ന കലാപമാണ്. ഭൂവുടമകളുടെയും പണമിടപാടുകാരുടെയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെയും ചൂഷണം, പൂർവിക ഭൂമിയിൽ നിന്നുള്ള നിർബന്ധിത കുടിയിറക്കവുമാണ് സന്താൾ കലാപത്തിന് കാരണമായിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ചിത്രങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. അടുത്തത് മുണ്ട കലാപം. 1899-1900 കാലഘട്ടങ്ങളിൽ
ഉൽഗുലാൻ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കലാപം ഏത്? മുണ്ട കലാപം. ഉൽഗുലാൻ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കലാപം. ഉൽഗുലാൻ പ്രസ്ഥാനം PSC മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കും. മുണ്ട കലാപത്തിന്റെ വർഷം 1899, 1900 ഉൽഗുലാൻ പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ആദിവാസി വിപ്ലവ പ്രസ്ഥാനമാണ്. അല്ലെങ്കിൽ ഇത് ബ്രിട്ടീഷ് ഭരണത്തെയും ഭൂവുടമകളുടെയൊക്കെ ചൂഷണത്തിനെതിരെ നടത്തിയിട്ടുള്ള ഗോത്ര സമൂഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു അല്ലെ. ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള കലാപമാണ് മുണ്ട കലാപം അല്ലെങ്കിൽ ഉൽഗുലാൻ പ്രസ്ഥാനം. മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ മേലുള്ള ഭൂവുടമകളുടെ ചൂഷണം, അടിച്ചമർത്തൽ, ഭൂവുടമസ്ഥതയിന്മേലുള്ള ബ്രിട്ടീഷ് ഇടപെടൽ, ഇതൊക്കെയാണ് മുണ്ട കലാപത്തിലേക്ക് നയിച്ചത്. ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള ഛോട്ടാ നാഗ്പൂർ മേഖലകളിലാണ് മുണ്ട കലാപം നടന്നത്. വർഷം 1899, 1900. ഉൽഗുലാൻ പ്രസ്ഥാനം, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ഭാഗത്ത്. ഇത് കേട്ട് തഴമ്പിച്ചിട്ടില്ലാത്തൊരു വാക്കായതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഉൽഗുലാൻ പ്രസ്ഥാനം. ഇപ്പൊ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ മേലുള്ള ഭൂവുടമകളുടെ ചൂഷണം, അടിച്ചമർത്തൽ, ഇത് പ്രത്യേകിച്ച് ഇവിടെയും കണ്ടോ, ബ്രിട്ടീഷുകാരുടെ ചൂഷണം തന്നെയാണ്. ഇവിടെയും ചൂഷണം തന്നെയാണ് കാരണമായിട്ട് വരുന്നത്. അതാണ് നമ്മൾ ഹെഡിങ്ങിൽ പഠിച്ചത്. ചൂഷണത്തിനെതിരെയായിട്ടുള്ള, അസമത്വത്തിനും ചൂഷണത്തിനും എതിരെയുള്ള ഗോത്ര വിഭാഗങ്ങളുടെ പ്രതിരോധമാണ് സന്താൾ കലാപം, മുണ്ട കലാപം, കുറിച്യ കുറുമ്പ കലാപം എന്നുള്ളത്. ഓക്കെ, ഇനി ബിർസ മുണ്ടയുടെ നേതൃത്വത്തിലാണ് നടന്നത്. ഛോട്ടാ നാഗ്പൂർ, ജാർഖണ്ഡിലെ ഛോട്ടാ നാഗ്പൂർ മേഖലകളിലാണ് പ്രധാനമായിട്ടും മുണ്ട കലാപം നടന്നത്. അടുത്തത് കുറിച്യ കുറുമ്പ കലാപം, 19-ാം നൂറ്റാണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്? 19-ാം നൂറ്റാണ്ടിൽ തന്നെ നടന്ന കലാപങ്ങളാണ്. 1812. ഇതിന്റെ കാരണങ്ങൾ എന്താണ്? അമിതമായ നികുതി നമ്മൾ പഠിച്ചിട്ടുള്ളതാ. ബ്രിട്ടീഷുകാരുടെ പ്രാദേശിക ഭരണത്തിൽ ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ, പരമ്പരാഗത ഭൂമിയിൽ നിന്ന് നിർബന്ധിത കുടിയിറക്കൽ, ഭൂമി കണ്ടുകെട്ടൽ, ഇതൊക്കെയായിരുന്നു കുറിച്യ കലാപത്തിന് കാരണമായിട്ടുള്ളത് അല്ലെ. ഇനി അടുത്തത്, ഇത് നടന്നത് എവിടെയാണ്? കേരളത്തിലെ വയനാട്. രാമൻ അമ്പി ആയിരുന്നു പ്രധാനപ്പെട്ട നേതാവ്. ഈ രാമൻ അമ്പി എന്താണ്? ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തി അല്ല എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഇനി ഒരു ചോദ്യം, പഴശ്ശി കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ച കുറിച്യ നേതാവ് ആരാണ്? അത് തലക്കൽ ചന്തു ആണ്. കുറിച്യ അല്ലെ കുറുമ്പ കലാപത്തിന് നേതൃത്വം കൊടുത്ത രാമനമ്പിയാണ് കുറിച്യ കലാപത്തിന്റെ അല്ലെ കുറുമ്പ കലാപത്തിന്റെ നേതാവ്. എന്നാൽ രാമനമ്പി എന്ന് പറയുന്ന, അല്ലെ രാമൻ മൂപ്പൻ എന്ന് പറയുന്ന വ്യക്തി ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തി അല്ല എന്നുകൂടി ഓർക്കും. ഇനി ഇവിടെ ചരിത്ര മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഇന്ത്യയിലെ പ്രധാന ഗോത്ര കലാപങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. അസമത്വത്തിനും അടിച്ചമർത്തലിനുമെതിരെ നിരവധി പ്രതിരോധങ്ങൾ തീർക്കുകയും സാമൂഹിക നീതിക്ക് വേണ്ടി പോരാടുകയും ചെയ്തവരാണ് ഇന്ത്യയിലെ ഗോത്ര സമൂഹങ്ങൾ. ഗോത്ര സമൂഹങ്ങളുടെ സംസ്കാരം, പരിസ്ഥിതി ജ്ഞാനം, അസമത്വത്തിനെതിരെയുള്ള പ്രതിരോധങ്ങൾ എന്നിവ ഇന്ത്യയുടെ സാമൂഹിക വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രകൃതി സമ്പത്തിന്റെയും സാംസ്കാരിക സമ്പന്നതയുടെയും ഉടമകളാണ് ഗോത്ര സമൂഹങ്ങൾ. ഗോത്ര സമൂഹത്തിന്റെ വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, സാമൂഹിക സാമ്പത്തിക പുരോഗതി എന്നിവയെ ശാക്തീകരിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ ദേശീയോദ്ഗ്രഥനം കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കും. ഇനി 5-ാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് ഗ്രാമ നഗര സമൂഹങ്ങളാണ്. നമ്മളിപ്പോ ഗോത്ര സമൂഹത്തെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഒരു ട്രീ പോലെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ഗ്രാമ നഗര ഗോത്ര സമൂഹങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിലിപ്പോ നമ്മൾ പഠിച്ചത് എന്താണ്? ഗോത്ര സമൂഹത്തെ കുറിച്ചാണ്. ഇനി നമ്മൾ ഗ്രാമ നഗര സമൂഹങ്ങൾ, റൂറൽ അർബൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിന് മുൻപതായി ഇവിടെ ആരവും എന്നൊരു കുട്ടിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കാം. പശ്ചിമ ബംഗാളിലെ ഒരു ഗ്രാമത്തിലാണ് ആരവ് താമസിക്കുന്നത്. മലകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന ആ ഗ്രാമത്തിന്റെ പ്രകൃതി ഭംഗി ആരെയും മോഹിപ്പിക്കും. ഗ്രാമവാസികളിൽ അധികവും കർഷകരാണ്. അതിനാൽ തന്നെ അവിടെ ധാരാളം കൃഷിത്തോട്ടങ്ങളുമുണ്ട്. എല്ലാ ദിവസവും കൃഷിയിടത്തിൽ രക്ഷിതാക്കളെ സഹായിച്ചാണ് ആരവ് സ്കൂളിലേക്ക് പോകുന്നത്. വീട്ടിൽ നിന്നും കുറച്ച് അകലെയാണ് അവന്റെ സ്കൂൾ. കുറെ ഇടവഴികളും റോഡുകളും ഒക്കെ കടന്നു വേണം സ്കൂളിലെത്താൻ. കുറച്ച് ക്ലാസ് മുറികൾ മാത്രമുള്ള, ആവശ്യത്തിന് പുസ്തകങ്ങളോ ഇന്റർനെറ്റ് സൗകര്യങ്ങളോ ഒന്നും ലഭ്യമല്ലാത്ത പരിമിതമായ സൗകര്യങ്ങളാണ് അവന്റെ സ്കൂളിലുള്ളത്. അവന്റെ ഗ്രാമത്തിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. ഗ്രാമവാസികൾക്ക് ആശുപത്രിയിൽ പോകണമെങ്കിൽ പോലും വളരെ ദൂരം സഞ്ചരിക്കണം. എത്രയൊക്കെ അസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ആരവിന് അവന്റെ ഗ്രാമം ഏറെ പ്രിയപ്പെട്ടതാണ്. ഗ്രാമവാസികൾ എല്ലാം തന്നെ വളരെ അടുപ്പവും സ്നേഹവും പുലർത്തി കുടുംബാംഗങ്ങളെ പോലെ സഹകരിച്ചാണ് അവിടെ ജീവിച്ചിരുന്നത്. കൊൽക്കത്ത നഗരത്തിൽ ജീവിക്കുന്ന മായയുടെ ജീവിതം ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. ജനനിബിഡമായ പാതയോരങ്ങളും നിരനിരയായി എത്തുന്ന വാഹനങ്ങളാൽ തിങ്ങി നിറഞ്ഞ റോഡുകളും എല്ലാം അവിടുത്തെ സാധാരണ കാഴ്ചയാണ്. സദാ ശബ്ദമുഖരിതമാണ് ആ നഗരം. എല്ലാവർക്കും എപ്പോഴും തിരക്ക് തന്നെ. രാവിലെ ആയാൽ അച്ഛനോടും അമ്മയോടും വേണ്ടത്ര സമയം സംസാരിക്കാൻ പോലും അവൾക്ക് പലപ്പോഴും സാധിക്കാറില്ല. അവരും അപ്പോൾ ഓഫീസിൽ പോകുന്ന തിരക്കിലായിരിക്കും. വലിയ കെട്ടിടങ്ങളും ഓഫീസ് സമുച്ചയങ്ങളും വ്യവസായശാലകളും ഉൾപ്പെടെ എല്ലാ ആധുനിക സൗകര്യങ്ങളും ആ നഗരത്തിലുണ്ട്.
വളരെ വലുതും ഇന്റർനെറ്റ് സൗകര്യത്തോടു കൂടിയ സ്മാർട്ട് ക്ലാസ് റൂമുകളും വിശാലമായ ലൈബ്രറിയും ഒക്കെയുള്ള സ്കൂളിലാണ് മായ പഠിക്കുന്നത്. ഇത്രയൊക്കെ സൗകര്യങ്ങൾ ആ നഗരത്തിൽ ഉണ്ടെങ്കിലും അവിടെയുള്ള മനുഷ്യർ തമ്മിൽ സാമൂഹിക അടുപ്പം വളരെ കുറവാണ്. തന്റെ അയൽപക്കത്തുള്ളവരെ പോലും മായയ്ക്ക് വേണ്ടത്ര പരിചയമില്ല. ഈ തിരക്കുകൾക്കിടയിലും പാർക്കുകൾ, വ്യായാമ മൈതാനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം നഗരവാസികൾ പരസ്പരം ഇടപഴകുകയും ബന്ധങ്ങൾ വളർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റിയാണ് ഗ്രാമസമൂഹവും നഗരസമൂഹവും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ ടേബിൾ. അതിന്റെ ഡിഫറൻസ് കണ്ടെത്താനായിട്ടാണ് കൊടുത്തിരിക്കുക. നമുക്കത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് അല്ലെ. ഗ്രാമസമൂഹം എന്ന് പറയുമ്പോൾ കൃഷിയിൽ ഓറിയന്റഡ് ആയിട്ടുള്ളതാണ്. നഗരസമൂഹം വ്യവസായപരമായിട്ടുള്ള കാര്യങ്ങളാണ്. കൃഷി പിന്നെ അതുപോലെ ഗ്രാമം എന്ന് പറയുമ്പോൾ അത്ര ഡെവലപ്ഡ് അല്ല. നഗരസമൂഹം ആകുമ്പോൾ ഫുള്ളി ബിസി ആയിട്ടുള്ള, ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള, ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂംസ് ആണ്. പക്ഷെ നമ്മുടെ നഗരത്തിൽ വരുമ്പോൾ നമ്മുടെ ആരോമലോ ആരാണ്, അവന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അല്ലെ. പിന്നെ ഗ്രാമത്തിലാണെങ്കിൽ സാമൂഹികമായിട്ടുള്ള അടുപ്പം വളരെ കൂടുതലാണ് ഓരോ വ്യക്തികൾ തമ്മിലും. നഗരത്തിലാണെങ്കിൽ വരുമ്പോൾ അയൽക്കാരെ പോലും അറിയാത്തൊരു അവസ്ഥ. അതൊക്കെയാണ് പറഞ്ഞത്. പുരാതന കാലം മുതൽ തന്നെ സ്വയം ഭരണമുള്ള ഗ്രാമങ്ങൾ നിലനിന്നിരുന്ന നാടാണ് ഇന്ത്യ. കൃഷിയിലും ചെറുകിട വ്യവസായത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഗ്രാമസമൂഹം. ഇരയടുപ്പമുള്ള ബന്ധങ്ങളും പാരമ്പര്യ ജീവിത രീതികളുമാണ് ഈ സമൂഹത്തിന്റെ പ്രത്യേകത. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഗ്രാമ സമൂഹങ്ങൾ. വൈവിധ്യമാർന്ന വ്യവസായങ്ങൾ, വിവിധ സേവനങ്ങൾ, ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാമാണ് നഗരസമൂഹത്തിന്റെ പ്രത്യേകതകൾ. വൈവിധ്യമാർന്ന മനുഷ്യ സമൂഹവും വേഗതയേറിയ ജീവിത രീതികളും ഗ്രാമങ്ങളെ അപേക്ഷിച്ച് നഗര ജീവിതത്തിന്റെ സവിശേഷതകളാണ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് ജബീർ സിംഗിന്റെ ഒരു കുടുംബത്തെ കുറിച്ച് പറയുന്നുണ്ട്. പഞ്ചാബിലെ കാര്യമാണ്. ഗോതമ്പ് കൃഷിയുമായി റിലേറ്റഡ് ആയിട്ട് ഗ്രാമത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഗോതമ്പ് നഗരത്തിലാണ് കൂടുതലായും വിതരണം ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നഗരത്തിലെ ടെക്നോ പാർക്കിൽ തൊഴിൽ ചെയ്യുന്ന റിനുവും കൂട്ടുകാരും വിവിധ കൃഷികൾക്ക് അനുയോജ്യമായ മണ്ണ് കണ്ടെത്തുന്നതിനും കർഷകരെ സഹായിക്കുന്നതിനുമായി മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചു. ഇത് ഗ്രാമത്തിലെ കൃഷി രീതികൾ മെച്ചപ്പെടുത്തുന്നതിനും ഉയർന്ന ഉൽപാദനം ഉറപ്പുവരുത്തുന്നതിനും സഹായിച്ചു. അപ്പൊ ഇവർ പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലായി അല്ലെ. അപ്പൊ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് സഹായകമാകുന്ന പല കാര്യങ്ങളും സർക്കാരിന്റെ മൊബൈൽ ആപ്പുകളിലൂടെയൊക്കെ ലഭ്യമാകുന്നുണ്ട്. ആപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഭക്ഷണത്തിനായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾക്കായി നഗരങ്ങൾ ഗ്രാമങ്ങളെ ആശ്രയിക്കുമ്പോൾ സാങ്കേതിക വിദ്യയ്ക്കും വിപണിക്കുമായി ഗ്രാമങ്ങൾ നഗരങ്ങളെയും ആശ്രയിക്കുന്നു. ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. നഗരങ്ങളിലെ ആധുനിക പ്രവണതകൾ ഗ്രാമങ്ങളെ സ്വാധീനിക്കാറുണ്ട്. നഗരങ്ങളെ അപേക്ഷിച്ച് ഗ്രാമങ്ങൾ പരസ്പര ബന്ധങ്ങൾക്കും സാമൂഹിക സഹകരണത്തിനും കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട്. ഇനി ഗ്രാമീണ നഗര തുടർച്ച എന്ന് പറഞ്ഞിവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിക്കാം. ഗ്രാമ സമൂഹങ്ങൾ നഗര സമൂഹങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഒരു സങ്കല്പനമാണ് ഗ്രാമീണ നഗര തുടർച്ച. ഗ്രാമവും നഗരവും എവിടെ അവസാനിക്കുന്നുവെന്നും എവിടെ ആരംഭിക്കുന്നുവെന്നും കൃത്യമായി തിരിച്ചറിയാൻ പര്യാപ്തമായ രീതിയിൽ ഇവയ്ക്കിടയിൽ ഒരു അതിർവരമ്പ് നിർണയിക്കപ്പെട്ടിട്ടില്ല. അപ്പോ ഗ്രാമീണ നഗര തുടർച്ചയിൽ നിലനിൽക്കുന്നുവെന്ന് മക് ഐവർ അഭിപ്രായപ്പെടുന്നു. അപ്പം ഗ്രാമത്തിനാവട്ടെ നഗരത്തിനാവട്ടെ ഒരു എൻഡും ഒരു സ്റ്റാർട്ടിങ്ങും ഇല്ല എന്നുള്ളൊരു വ്യൂ പോയിന്റ് ആണ് ആര് മുന്നോട്ട് വയ്ക്കുന്നത്? മക് ഐവർ. അപ്പൊ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഗ്രാമീണ നഗര തുടർച്ച നിലനിൽക്കുന്നതായി കാണാം. അപ്പൊ ഗ്രാമീണ നഗര തുടർച്ച എന്നൊരു വാക്കുമായി കേൾക്കുമ്പോൾ മക് ഐവർ എന്ന വ്യക്തിയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തത് കൾച്ചറൽ എക്സ്ചേഞ്ചിനെ കുറിച്ചുള്ള പറയുന്നുണ്ട്, നോക്കാം. ഗ്രാമ നഗര കുടിയേറ്റങ്ങൾ ഇരു സമൂഹത്തിലെയും പരസ്പരം ബന്ധിപ്പിക്കുന്നുണ്ട്. ഗ്രാമങ്ങളെ അപേക്ഷിച്ച് നഗര സമൂഹങ്ങൾ വ്യവസായവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ആധുനിക തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്യുന്നു. നഗരങ്ങൾ സാങ്കേതിക വിദ്യയെയും ആഗോള ബന്ധങ്ങളെയും ആധുനീകരിക്കുന്നു. നഗരജീവിതം വ്യത്യസ്ത സംസ്കാരങ്ങളുടെ സമ്മിശ്രണമായതുകൊണ്ട് സാംസ്കാരിക കൈമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഗ്രാമങ്ങളും നഗരങ്ങളും പരസ്പര ആശ്രയത്തോടു കൂടി സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം കൂടി എടുക്കാം കേട്ടോ, എന്നാലാണ് നമുക്ക് ഇത് പെട്ടെന്ന് ഈ ഒരു ടോപ്പിക് തീർന്നിട്ട് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കാവുന്ന രീതിയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ വൈവിധ്യത്തിൽ നിന്ന് ബഹുസ്വരതയിലേക്ക് എന്ന ഭാഗമാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്താണ് ഈ ബഹുസ്വരത? പ്ലൂരലിസം. ഓക്കെ, അപ്പൊ നോക്കാം. മതം, ജാതി, ഗോത്രം, ദേശം, ഭാഷ തുടങ്ങിയവയിലെ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ വൈവിധ്യങ്ങളിലെ ബഹുസ്വരതയിലൂടെ സമീപിക്കുമ്പോൾ മാത്രമേ രാജ്യത്തിന്റെ സാമൂഹിക വ്യവസ്ഥ സുസ്ഥിരമായി നിലനിൽക്കുകയുള്ളൂ. അതായത് വൈവിധ്യം അതുപോലെ ബഹുസ്വരത എന്നീ വാക്കുകൾ എപ്പോഴും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കിയേ, ജൈവ വൈവിധ്യം എന്നാണ്, വൈവിധ്യമാണ് അവിടെ കാണിക്കുന്നത്. ഇനി നോക്ക്,
ഇതാ വ്യത്യസ്തമായ അനേകം ജീവജാലങ്ങൾ പ്രകൃതിയിൽ നിലനിൽക്കുന്നു എന്ന ആശയമാണ് ജൈവ വൈവിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വൈവിധ്യം എന്നാൽ വ്യത്യസ്തത എന്നാണ് വാക്കിന്റെ അർത്ഥം. എന്നാൽ വ്യത്യസ്തതയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് സഹവർത്തിക്കുന്നതിനെയാണ് ബഹുസ്വരത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബഹുസ്വരതയും വൈവിധ്യവും ബഹുസ്വരതയും രണ്ടാണ്. അപ്പോ വ്യത്യസ്തമുള്ള കാര്യങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് ബഹുസ്വരത എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പൊ ഓർക്കസ്ട്ര എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? വിവിധ സംഗീത ഉപകരണങ്ങളില്ലേ? അപ്പൊ അതിനകത്ത് വിവിധ സംഗീത ഉപകരണങ്ങൾ പറയുമ്പോൾ വൈവിധ്യങ്ങളാണ്. അപ്പൊ വൈവിധ്യങ്ങൾ ഒന്നിച്ച് നിലകൊണ്ട് മുന്നോട്ട് പോകുന്ന അതിനെയാണ് ഓർക്കസ്ട്ര എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ അപ്പൊ എല്ലാം കൂടി ചേർന്ന് മനോഹരമായിട്ടുള്ള സംഗീതം പൊഴിക്കുന്ന രീതിയിൽ വിദഗ്ധമായി കമ്പോസ് ചെയ്യുന്നതാണ് എന്ത്? ബഹുസ്വരത ഉണ്ടാവുന്നത്. അപ്പോഴാണ് ബഹുസ്വരത സംഭവിക്കുന്നത്. മനസ്സിലായോ? വൈവിധ്യം എന്താണ്, ബഹുസ്വരത എന്താണ്? രണ്ടാണ്. വ്യത്യസ്തതകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ബഹുസ്വരത ഉണ്ടാവുന്നത്. ബഹുസ്വരത എന്ന് പറയുമ്പോൾ അതിലൊരു ഏകത്വം തുളുമ്പിക്കൊണ്ട് മുന്നോട്ട് പോവുകയും വേണം. ഓക്കെ, ഇനി വ്യത്യസ്ത സാമൂഹിക വിഭവങ്ങൾ, മതങ്ങൾ, വംശങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ട ആളുകൾ ഒരേ സമൂഹത്തിൽ ഒരുമിച്ചായിരിക്കും ജീവിച്ചിരിക്കുന്നത്. എന്നാൽ ഓരോരുത്തരും അവരവരുടെ പാരമ്പര്യവും താല്പര്യങ്ങളും പിന്തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ബഹുസ്വരത എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങൾ, മതം, ജാതി, വംശം ഒക്കെ ആയിരിക്കും ആളുകൾ. പക്ഷെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയില്ലേ? അതാണ് എന്ത്? ബഹുസ്വരത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി സമൂഹത്തിലെ വൈവിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിനുള്ളിൽ നിലനിൽക്കുന്ന വ്യത്യസ്തതകളാണ്. സാംസ്കാരികവും മതപരവും ഭാഷാപരവും വംശീയവും സാമൂഹികവുമായ വ്യത്യാസങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇത്തരം വൈവിധ്യങ്ങൾ നമ്മൾ പരസ്പര ബന്ധമോ പരസ്പര ബഹുമാനമോ ഉണ്ടാകണമെന്നില്ല. എന്നാൽ ബഹുസ്വരത ഈ വൈവിധ്യങ്ങൾക്ക് അതീതമായി വിവിധ സംഘങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം, പരസ്പര ബഹുമാനം, പരസ്പര സ്നേഹം, പരസ്പര സൗഹാർദ്ദം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. ഒന്നുമില്ല, ബഹുസ്വരത എന്താന്നുള്ളത് മനസ്സിലായി, വൈവിധ്യം എന്താന്നുള്ളത് മനസ്സിലായി. അത് കൂടുതൽ എക്സാമ്പിളിലൂടെ വിപുലീകരിച്ച് കാണിക്കുന്നതാണ് ഇവിടെ കേട്ടോ. ഓക്കെ, ഇനി ബഹുസ്വരത നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് നമ്മൾ ജസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. കഴിയാനായി കേട്ടോ, നമ്മൾ ചാപ്റ്റർ കഴിയാനായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കാം. നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ നാം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് ബഹുസ്വരത ഉണ്ടാവുന്നത്. ദേശീയോദ്ഗ്രഥനത്തിലൂടെ ഇന്ത്യൻ ബഹുസ്വരത നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ നോക്ക്, മതേതരത്തിന് വിഘാതമായി നിൽക്കുന്ന ഘടകങ്ങളെ തടയേണ്ടതുണ്ട്. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഖനനവും കുടിയിറക്കലും പൂർവിക ഭൂമി നഷ്ടപ്പെടുന്നതിനെതിരെ ഗോത്ര ജനതയുടെ പ്രതിഷേധം, ഇതൊക്കെ വാർത്താ കട്ടിങ്ങുകളാണ്. ബഹുസ്വരതയിൽ തടസ്സമാവുന്ന ചില പ്രശ്നങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? എന്ത് പ്രശ്നങ്ങളാണ്? മതേതരത്തിന് വിഘാതമായി സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാത്ത അവസ്ഥ, ഖനനവും കുടിയിറക്കലും, അതായത് പൂർവിക ഭൂമി നഷ്ടപ്പെടുന്നതിനെതിരെ ഗോത്ര ജനതയുടെ പ്രതിഷേധമൊക്കെ ഇല്ലേ? അതൊക്കെ നമുക്ക് ബഹുസ്വരതയുടെ എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ദേശീയ ഉദ്ഗ്രഥനം അല്ലെങ്കിൽ നാഷണൽ ഇന്റഗ്രേഷൻ എന്താണ്? വ്യത്യസ്ത പശ്ചാത്തലം, പ്രദേശം, ഭാഷ, മതം, സംസ്കാരം എന്നിവ പിന്തുടരുന്ന ജനങ്ങളെ അവരുടെ വൈവിധ്യങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ ഏകീകൃതവും സൗഹാർദ്ദപരവുമായ ഒരു രാഷ്ട്രത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയയാണ് ദേശീയ ഉദ്ഗ്രഥനം അല്ലെങ്കിൽ നാഷണൽ ഇന്റഗ്രേഷൻ. ഓക്കെ അല്ലേ? അപ്പോ നാഷണൽ ഇന്റഗ്രേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. വ്യത്യസ്ത പശ്ചാത്തലവും പ്രദേശവും ഭാഷ, മതം, സംസ്കാരം ഒക്കെ ഫോളോ ചെയ്യുന്ന ജനങ്ങളെ അവരുടെ വൈവിധ്യങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള അല്ലെ വിവിധ ഭാഷ സംസാരിക്കുന്ന, വിവിധ മതങ്ങൾ ഫോളോ ചെയ്യുന്ന അവരുടെ വൈവിധ്യങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ അവരെന്താണ്? ഒരു യൂണിറ്റിയിലേക്ക്, ഏകീകൃതമായ സൗഹാർദ്ദപരമായ ഒരു രാഷ്ട്രത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയയാണ് ദേശീയ ഉദ്ഗ്രഥനം. ഇനി വൈവിധ്യങ്ങളെ മാനിക്കുന്നതോടൊപ്പം പൗരർക്കിടയിലെ സ്വത്വബോധത്തിനും ഐക്യദാർഢ്യത്തിനും പൊതുസ്വത്വത്തിനും അത് ഊന്നൽ നൽകുന്നു. സാംസ്കാരികവും ഭാഷാപരവും മതപരവുമായ വൈവിധ്യം പുലർത്തുന്ന ഇന്ത്യൻ സമൂഹത്തെ അവരുടെ വൈവിധ്യങ്ങളെ മാനിച്ചുകൊണ്ട് ഒരു ദേശീയ സ്വത്വത്തിലേക്ക് ഒന്നിപ്പിക്കുന്ന പ്രക്രിയയാണ് ഇന്ത്യൻ ദേശീയ ഉദ്ഗ്രഥനം. അപ്പോ ആദ്യം ദേശീയ ഉദ്ഗ്രഥനം എന്താന്ന് പറഞ്ഞു, പിന്നെ ഇന്ത്യൻ ദേശീയ ഉദ്ഗ്രഥനത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ എന്താണ്? വൈവിധ്യങ്ങളിൽ നിലനിൽക്കുന്ന ജനങ്ങളെ ഏകീകൃത രൂപത്തിലേക്ക് അല്ലെങ്കിൽ സൗഹാർദ്ദപരമായ രാഷ്ട്രത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ദേശീയ ഉദ്ഗ്രഥനം എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യൻ സമൂഹത്തിൽ ഉള്ള ജനങ്ങളുടെ വൈവിധ്യങ്ങൾ മാനിച്ചുകൊണ്ട് അവരെ ഒരു ദേശീയ സ്വത്വത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഇന്ത്യൻ ദേശീയ ഉദ്ഗ്രഥനം എന്ന് പറയാം. അപ്പൊ നാനാത്വത്തിൽ ഏകത്വം പ്രോത്സാഹിപ്പിക്കുന്ന ആഘോഷങ്ങൾ ഇന്ത്യയുടെ ദേശീയ ഉദ്ഗ്രഥനത്തിന് പ്രചോദനമാണ്. അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ ഉൾച്ചേർക്കുന്നതും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ പങ്കാളിത്തവും പ്രാതിനിധ്യവും ഉറപ്പാക്കുന്നതുമായ ഒരു ജനാധിപത്യ ക്രമമാണ് ഇന്ത്യയുടേത്. ഇന്ത്യയിലുടനീളം ഒരുമിച്ച് ആഘോഷിക്കുന്ന വിവിധ ഉത്സവങ്ങളും ആഘോഷ പരിപാടികളുമെല്ലാം സമൂഹത്തിന്റെ സഹവർത്തിത്വവും സഹിഷ്ണുതയും ഉറപ്പുവരുത്തുന്നു. അതോടൊപ്പം മതഭാഷാ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന നിയമവ്യവസ്ഥകളും പ്രകടമായ മതനിരപേക്ഷതയും സമത്വം പോലുള്ള ഭരണഘടനാ മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ഈ ഒരു ചാർട്ടോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ് കേട്ടോ. ദേശീയ ഉദ്ഗ്രഥനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നാനാത്വത്തിൽ ഏകത്വം വളർത്തുന്നുണ്ട്.
സാമൂഹിക ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നു. സാമൂഹിക ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നു. ദേശീയ സ്വത്വം വികസിപ്പിക്കുന്നു. അപ്പൊ ഇതില് ദേശീയ ഉദ്ഗ്രഥനത്തിന്റെ പ്രത്യേകതകളിൽ പെടാത്തത് ഏതെന്നൊക്കെ ചോദിച്ചേക്കാം. നാനാത്വത്തിൽ ഏകത്വം വളർത്തുന്നു. സാമൂഹിക ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നു. ദേശീയ സമത്വം ദേശീയ സ്വത്വം വികസിപ്പിക്കുന്നു. സാമൂഹിക വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ജനാധിപത്യ ഭരണക്രമത്തെ ശക്തിപ്പെടുത്തുന്നു. ബഹുസ്വരത നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ സഹായിക്കുന്നു. ഇതൊക്കെ എന്താണ്? ദേശീയ ഉദ്ഗ്രഥനത്തിന്റെ പ്രത്യേകതകളാണ് പറഞ്ഞത്. നമുക്ക് ക്ലിയർ ആയല്ലോ കുറെ കാര്യങ്ങൾ. നാനാത്വത്തിൽ ഏകത്വം വളർത്തുന്നു. സാമൂഹിക ഐക്യം. അപ്പോ ഏകത്വം, ഐക്യം, ദേശീയ സ്വത്വം, സാമൂഹിക വികസനം, ജനാധിപത്യ ഭരണക്രമത്തെ ശക്തിപ്പെടുത്തുന്നു. ബഹുസ്വരത നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ സഹായിക്കുന്നു. ഇതൊക്കെ ദേശീയ ഉദ്ഗ്രഥനത്തിന്റെ പ്രത്യേകതകളായി നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് നീട്ടി വലിച്ച് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ അല്ല ഇത്. ഓരോരോ പോയിന്റുകൾ മാത്രം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചാൽ മതി. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഒന്നും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ആവശ്യമില്ല. ഇനി നമുക്ക് സോഷ്യോളജിയിൽ ഓൾഡ് SCERT കുടുംബമൊക്കെ റിലേറ്റഡ് ആയിട്ട് ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പൊ അവിടെ 1-2 ചാപ്റ്റർ കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ന്യൂ SCERT നമ്മൾ കവർ ചെയ്യാത്ത കുറച്ച് പോയിന്റ്സ് വരുന്ന ഭാഗങ്ങളുണ്ട്. അതും കൂടി ഒക്കെ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നമുക്ക് കംപ്ലീറ്റ് ആവും കേട്ടോ. ഈ ഏരിയയിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം ഷുവർ ആയിട്ടും വരുന്നതാണ്. അപ്പൊ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയണ്ട. കുറച്ച് ചാപ്റ്റർ ഭാഗങ്ങളല്ലേ ഉള്ളൂ. അത് പഠിച്ച ആ ഒരു ചാപ്റ്ററിലെ ആ ഭാഗത്തു നിന്നുള്ള മാർക്ക് നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. വളരെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുവേ. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്തേക്കാം. എല്ലാത്തിനെയും ലിങ്ക് എവിടെ കിട്ടും? യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. ഓക്കെ അല്ലേ? താങ്ക്